വിശുദ്ധ കഅബാലയം സ്ഥിതി ചെയ്യുന്ന മക്ക ഒരു കാലത്ത് ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും പ്രബോധനങ്ങളിലൂടെ പ്രപഞ്ചനാഥനെ മാത്രം ആരാധിച്ചിരുന്ന ഒരു പുണ്യഭൂമിയായിരുന്നു അത്. ജനങ്ങൾ ഏകദൈവ വിശ്വാസത്തിൽ സമാധാനത്തോടെ ജീവിച്ചിരുന്ന കാലം. എന്നാൽ തലമുറകൾ കഴിഞ്ഞപ്പോൾ മക്കക്കാരുടെ മനസ്സിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അങ്ങനെയിരിക്കെ മക്കയിലെ പ്രമാണിയും വലിയ വ്യാപാരിയുമായിരുന്ന അംറിബ്നു ലുഹൈ ഒരിക്കൽ സിറിയയിലേക്കൊരു യാത്ര പോയി. അവിടെയുള്ള ആളുകൾ കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളെ വണങ്ങുന്നതും അവയോട് പ്രാർത്ഥിക്കുന്നതയാൽ കണ്ടു. അത്ഭുതം തോന്നിയ അയാൾ അവിടെ നിന്നും ഹുബൽ എന്നു പേരുള്ള ഒരു വലിയ വിഗ്രഹം വാങ്ങി മക്കയിലേക്ക് മടങ്ങി. അവൻ ആ വിഗ്രഹത്തെ കഅബയുടെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചു. അതായിരുന്നു മക്കയിലെ വിഗ്രഹാരാധനയുടെ തുടക്കം. പിന്നീട് മക്കയിലെ ഓരോ ഗോത്രങ്ങളും സ്വന്തമായി വിഗ്രഹങ്ങളെ ഉണ്ടാക്കാൻ തുടങ്ങി. ഒടുവിൽ വിശുദ്ധ കഅബയ്ക്ക് ചുറ്റും 360ഓളം വിഗ്രഹങ്ങൾ നിരന്നു. ജനങ്ങൾ പ്രപഞ്ചനാഥനെ മറന്ന് കല്ലുകളെ വണങ്ങി. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മക്കയെ വിഴുങ്ങി. പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ മണ്ണിൽ കുഴിച്ചു മൂടുന്ന ക്രൂരത വരെ അവിടെ സാധാരണയായി മാറി. മക്ക പൂർണ്ണമായും ഇരുട്ടിലേക്ക് വഴിമാറിയ നാളുകൾ. മനുഷ്യ മനസ്സുകൾ മൃഗങ്ങളെക്കാൾ ക്രൂരമായി മാറിയ ആ ഇരുണ്ട കാലഘട്ടത്തിലേക്കാണ് ലോകത്തിൻ്റെ മുഴുവൻ പ്രകാശമായി റസൂലുള്ളാഹി ജനിക്കുന്നത്. ചെറുപ്പം മുതലേ മക്കക്കാരുടെ അനാചാരങ്ങളിൽ നിന്നും വിട്ടുനിന്ന പ്രവാചകൻ ജനങ്ങളുടെ അവസ്ഥയോർത്ത് വല്ലാതെ സങ്കടപ്പെട്ടു. ജനക്കൂട്ടത്തിൽ നിന്നും മാറി ചിന്തകളുമായി നബി മക്കയിലെ ഹിറായിലേക്ക് പതിവായി പോകുമായിരുന്നു. ഹിറാ ഗുഹയിൽ നിന്നും ദിവ്യ സന്ദേശം ലഭിച്ചതിനു ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിലേക്ക് സത്യദീനിൻ്റെ സന്ദേശം എത്തിക്കാൻ തുടങ്ങി. ആദ്യം രഹസ്യമായും പിന്നീട് പരസ്യമായും പ്രവാചകൻ ജനങ്ങളെ നേർവഴിയിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിൻ്റെ സന്ദേശം പരസ്യമായി പ്രബോധനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ സത്യത്തിൻ്റെ ആ വെളിച്ചം മക്കയിലാകെ പടരുവാൻ തുടങ്ങി. അത് അവിടുത്തെ കുഫാറുകളായ പ്രമാണിമാരെ വല്ലാതെ ഭയപ്പെടുത്തി. അവർ ദേഷ്യം കൊണ്ട് ജ്വലിക്കാൻ തുടങ്ങി. സത്യവിശ്വാസികളെ ക്രൂരമായി പീഡിപ്പിക്കാൻ തുടങ്ങി. ഉമ്മയ്യയുടെ അടിമ ആയിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു നബിയെ കണ്ട് ഇസ്ലാം സ്വീകരിച്ചതറിഞ്ഞു. ഉമ്മയ്യയ്ക്ക് കലിപ്പൂണ്ട് ബിലാലിനെ അയാൾ വെയിലേറ്റു പഴുത്ത മരുഭൂമിയുടെ മാറിൽ മലർത്തിക്കിടത്തി. അയാൾ ആക്രോശിച്ചു തൻ്റെ ദൈവങ്ങളെ പുകഴ്ത്തണമെന്ന്. പക്ഷേ ബിലാൽ വാഴ്ത്തിയത് ഏകദൈവത്തെ. അഹദ് അഹദ്. മുഖത്തടിയേറ്റ പോലെയായി ഉമ്മയ്യയ്ക്ക്. കഴുത്തിൽ കയറിട്ട് കുട്ടികൾക്ക് കളിവസ്തുവാക്കി അയാൾ ബിലാലിനെ നൽകി. മർദ്ദനമുറകൾ മാറിയപ്പോഴും ബിലാലിൻ്റെ മന്ത്രം മാറിയില്ല. ലാത്തയെ പുകഴ്ത്തിയാൽ വെറുതെ വിടാമെന്നായി ഉമയ്യ. ബിലാൽ വിസമ്മതിച്ചു. പിന്നെ ഉമയ്യ മൃഗമാവുകയായിരുന്നു. ഒടുവിൽ അബൂബക്കർ റളിയല്ലാഹു വിലയ്ക്കു വാങ്ങി ബിലാലിനെ മോചിപ്പിക്കുകയാണുണ്ടായത്. ഉപദ്രവങ്ങൾ അതിരുവിട്ടപ്പോൾ മക്കയിലെ ധീരനായ സിംഹം ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നുവരുന്നു. റസൂലിൻ്റെ കൂടെ ഉറച്ചു നിന്നുകൊണ്ട് ആ ധീരൻ ഇസ്ലാമിന് വലിയൊരു കരുത്തായി മാറി. പക്ഷേ ശത്രുക്കളുടെ ക്രൂരത അവിടെയും തീർന്നില്ല. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടശിഷ്യൻ അമ്മാറിൻ്റെ ഉമ്മ സുമയ്യ ബീവിയെയും പിതാവ് യാസിരിബ്നു ആമീറിനെയും പോലെയുള്ള ആദ്യകാല വിശ്വാസികളെ അവർ അതിക്രൂരമായി കൊലപ്പെടുത്തി. മക്കയിലെ മണ്ണിൽ വിശ്വാസികൾക്ക് ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായി. ഒടുവിൽ വിശ്വാസികളുടെ കണ്ണീര് കണ്ട പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അങ്ങ് ദൂരെ അബൂസിനിയയിൽ നീതിമാനായ ഒരു ക്രിസ്ത്യൻ രാജാവുണ്ട്, അങ്ങോട്ട് പോയിക്കൊള്ളൂ. അങ്ങനെ സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് ഈമാൻ കാത്തുസൂക്ഷിക്കാൻ അവർ ആഫ്രിക്കയിലെ അബൂസിനിയെ ലക്ഷ്യമാക്കി പലായനം ചെയ്യുകയാണ്.